ഇന്നത്തെ റെസിപ്പി റാഗി കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല രുചിയുമുള്ള ഒരു റാഗി ജ്യൂസ് ഉണ്ടാക്കിയെടുത്തതാണ്. നമുക്ക് ജ്യൂസ് തയ്യാറാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. റാഗി ജ്യൂസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ മുഴുവനായിട്ടും 2 ടേബിൾ സ്പൂൺ റാഗി ഒരു 4 മണിക്കൂർ കുതിരാനായിട്ട് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിരിക്കുകയാണ്. റാഗി പൊടി വേണമെങ്കിൽ നമുക്കെടുക്കാം. കൂടുതൽ ഹെൽത്തി ഇങ്ങനെ കുതിർത്ത മുഴുവൻ റാഗിയാണ്. ആ 2 ടേബിൾ സ്പൂൺ റാഗി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടു. ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. നന്നായിട്ട് നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഈ അരച്ചെടുത്ത റാഗിയിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ഈ റാഗി നമുക്കൊന്നിനും കുറുക്കിയെടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് പിഞ്ചുപ്പൊന്നും വേണ്ട, അതിൻ്റെയും പകുതി ഇട്ടാൽ മതി. നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിക്കൊണ്ടുവരാം. അടി പിടിക്കാതെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. കട്ട നമ്മൾ നന്നായിട്ട് റാഗി കുറുക്കിയെടുത്തിരിക്കുകയാണ്. ഇതുപോലെ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. റാഗി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ജ്യൂസ് ഒന്ന് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തണുത്ത റാഗി കുറുക്കിയത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ റാഗി കുറുക്കിയതിനകത്തേക്ക് ഒരു പഴം വട്ടത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് ഞാനൊരു 5 ഡേറ്റ്സ് അരിഞ്ഞത് മധുരത്തിനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ റാഗി ജ്യൂസിനൊരു നല്ല കളർ കിട്ടാനായിട്ട് ഞാൻ വെന്തെടുത്ത ഒരു ബീറ്റ്റൂട്ടിൻ്റെ കഷ്ണവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു രുചി കിട്ടാനായിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നല്ല തണുത്ത 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാൻ കാച്ചി എടുത്ത് വെച്ചിരുന്നതാണ്, കാച്ചി തണുപ്പിക്കാൻ വെച്ചിരുന്നതാണ്. ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം. റാഗി ജ്യൂസ് റെഡി ആയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇതിന് മധുരമോ ഒന്നും ഇട്ടിട്ടില്ല. ആ പഴത്തിൻ്റെ മധുരവും ഡേറ്റ്സിൻ്റെ മധുരവും മതി. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി ജ്യൂസ് റെഡി ആയിരിക്കുകയാണ്. ആവശ്യത്തിന് മാത്രം ചേർത്തതുകൊണ്ട് ആ കളറൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നമുക്ക് ജ്യൂസ് കിട്ടിയിരിക്കുന്നതും. റാഗി ചേർത്തെന്ന് പോലും തോന്നുകയില്ല. നല്ലൊരു കളറും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ റാഗി ജ്യൂസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.